കാന്താര ചാപ്റ്റർ 1 ദി ലെജൻഡ്. ഇവിടെ ഈ പടം ഞാൻ ഇന്നലെ കണ്ട്, ഇന്നലെ റിവ്യൂ ചെയ്യാൻ പറ്റിയില്ല ജലദോഷം കാരണമൊക്കെ. ബട്ട് ഈ ഒരു പടം ഉണ്ടല്ലോ, കിടിലം പടം. വർക്കിംഗ് എന്നൊക്കെ പറഞ്ഞാൽ ഇതിനകത്ത് വർക്ക് ചെയ്തവരെ നമ്മൾ ഹാറ്റ്സ് ഓഫ്. ലൈക്ക് ഋഷഭ് ഷെട്ടി ആണെങ്കിൽ പോലും പുള്ളിക്കാരൻ ഇതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റിംഗ്, ഡയറക്ഷൻ, അതേപോലെ തന്നെ ആക്ടിങ്. ഈ ഡയറക്ഷൻ കൊണ്ടുവന്നതിൻ്റെ കൂടെ ആക്ടിങ്ങും കൂടെ എത്ര പാടാണെന്ന് നമുക്കറിയാം. ആൻഡ് ആ ടൈമിലാണ് അങ്ങേരെ അഭിനയിച്ച് പൊളിച്ച് വെച്ചിരിക്കുക ഈ സിനിമയിൽ. കിടിലമായിട്ട് വർക്കൗട്ട് ചെയ്തിട്ടുള്ള ഒരു പവർ ഹൗസ് പെർഫോമൻസ് എന്ന സിനിമയാണ് കാന്താര. സോ മസ്റ്റ് തിയേറ്റർ വാച്ചാണ്. ആൻഡ് കമ്മിങ് ടു ജയറാമേട്ടന് പുള്ളിക്കാരൻ ഞാൻ ഓർത്തിട്ടുണ്ട്. ഇപ്പോൾ മലയാളത്തിൽ നിന്ന് പോയിട്ട് വേറെ ഭാഷയിൽ പോയിട്ട് ക്യാരക്ടർ റോൾസ് ചെയ്ത് നിൽക്കുന്നു എന്തിനെന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ പുള്ളിനെ കിട്ടുവാണെങ്കിൽ ഇതേപോലത്തെ ആൾക്കാരെ കെട്ടിയിട്ട് പുള്ളിയുടെയൊക്കെ ടാലൻസ് ഇതേപോലെ വർക്കൗട്ട് ചെയ്യണം. ആൾക്ക് സ്ക്രീൻ ടൈം കുറവാണെങ്കിലും ആൾ അതിനകത്ത് കറക്റ്റായിട്ട് പെർഫോം ചെയ്ത് പോയിട്ടുണ്ട്. ആൻഡ് കമ്മിങ് ടു ദി നായിക രുക്മിണി വസന്ത്, ആളാണെങ്കിലും ഇതേപോലെ തന്നെ ആള് മലബാർ ജ്വല്ലറിയുടെ ഒരു മോഡലായിട്ടൊക്കെ വന്ന ആളാണ്. ഇപ്പോൾ കാന്താര ചാപ്റ്റർ 1 ദി ലെജൻഡ്, അതായത് 2ാം ഭാഗം കാന്താരയാണ്. അതിലിപ്പോൾ ഷീ ഡിഡ് എ ഗ്രേറ്റ് ജോബ്. ലൈക്ക് ആളുടെയും ഋഷഭ് ഷെട്ടിയുടെ ഒക്കെ തുടക്കത്തിലെ കുറച്ച് പെർഫോമൻസ് ഒക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇങ്ങനെ ആയിരിക്കും ഈ കഥ പോകുന്നതെന്ന് വിചാരിക്കും. ബട്ട് അങ്ങനെ ഒന്നുമല്ല, ഒരു ട്വിസ്റ്റ് നടക്കുന്നുണ്ട് അവസാനം. ആൻഡ് പടത്തിൻ്റെ ലാസ്റ്റിലോട്ട് വരികയാണെങ്കിൽ അവസാനത്തെ ഒരു 30 മിനിറ്റ് നമ്മളെ പിടിച്ചിരുത്തി കാണിപ്പിക്കുന്ന ഒരു ഐറ്റം ആ ഒരു സ്ക്രീനുകൾ ചെയ്തു വെച്ചിട്ടുണ്ട്. അതിലൊക്കെ ഇവർ കയ്യടി അർഹിക്കുന്ന വർക്ക് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. ആൻഡ് എന്താ പറയുക, ഇപ്പോൾ ഈ രുക്മിണി വസന്ത് ആണെങ്കിലും ഷീ ഓൺ ദി ഷോ എന്ന് പറയുന്ന പോലെ ഉള്ള എഴുത്തുമായിരുന്നു. പിന്നെ പറയാനുള്ളത്, ഇതിനകത്തൊരു ഓറ കിട്ടുന്ന കുറേ ഫീല് കിട്ടുന്ന കുറേ സീൻസ് ഇവരെടുത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്ത് ഇപ്പോൾ ഒരു കുഞ്ഞിൻ്റെയും ഒരു ലൈക്ക് ഒരു പുലിയുടെയും കുഞ്ഞിൻ്റെയും ഒക്കെ സീനുണ്ട്. അതൊക്കെ കാണുമ്പോൾ നമുക്കൊരു രോമാഞ്ചം കിട്ടുന്ന കുറേ സാധനങ്ങൾ ഇവരെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ പുലിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ്, ഇതിനകത്ത് കുറേ ആനിമൽസിൻ്റെ പരിപാടിയുണ്ട്. VFX ടീം കിടിലമായിട്ട് VFX ടീം ഇതിന് വർക്ക് ചെയ്തിട്ടുണ്ട്. എന്താണ് ചെയ്തു വെച്ചിരിക്കുന്നത്? കാരണം പല ടീംസും VFX ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പല ആനിമൽസും നമുക്ക് റിയലായിട്ട് ഫീൽ ചെയ്യുന്നില്ല. ഓക്കെ, ഇത്ര ബഡ്ജറ്റ് മുടക്കിയിട്ട് ഒരു കാർട്ടൂൺ കൂട്ടി ചെയ്ത് നോക്കി നമ്മൾ കണ്ടിട്ടുണ്ട്. ബട്ട് ഇവിടെ ആ ഒരു സാധനം നമുക്ക് അതേപോലെ ഫീൽ ചെയ്യും. ആൻഡ് എന്താ പറയുക, ഇപ്പോൾ ഈ ഒരു ചിത്രത്തിൽ 125 കോടി രൂപയ്ക്കാണ് ഇതിന് കംപ്ലീറ്റ് വർക്ക് നടന്നത്. VFX വർക്ക് ഇതിന് കിടിലമായിട്ട് VFX ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ എടുത്തു പറയേണ്ട ടീമാണ് ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റ്. ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഇതിലൊരു കുറച്ച് ഏരിയ, കൊട്ടാരം, ഒരു തുറമുഖം പരിപാടിയൊക്കെ കാണിക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മളൊന്നും ഈ കാലഘട്ടത്തിൽ ആ സാധനം കണ്ടിട്ടില്ലെങ്കിലും നമുക്ക് മുമ്പിൽ ആ സാധനം പക്ക നമുക്ക് അത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, വിഷ്വലൈസ് ചെയ്യാവുന്ന രീതിയിൽ ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് അതിനുവേണ്ടി വർക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് ആൻഡ് VFX ആൻഡ് എടുത്തു പറയാം DOP, സിനിമാറ്റോഗ്രഫി, കളർ ഗ്രേഡിങ്, അങ്ങനെ പറയേണ്ട എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സും ഈ മൂവിയിൽ പക്കയായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഈ മൂവിയിൽ നെഗറ്റീവായിട്ട് തോന്നിയത്, ഞാൻ കണ്ട തിയേറ്ററിൻ്റെ കുറച്ച് പ്രശ്നങ്ങളുണ്ടില്ലെന്ന് ഞാൻ പറയുന്നില്ല. എന്നാൽ പോലും ചില ഡയലോഗ്സ് വരുമ്പോൾ ക്ലിയർ അല്ലാണ്ട് വരുന്നൊരു ഫീൽ എനിക്ക് കിട്ടി. അത് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. ചില ഡയലോഗ്സ് മാത്രം ക്ലിയർ അല്ല, എന്താ പറഞ്ഞതെന്ന് നമുക്ക് ക്ലിയർ ആവില്ല. അങ്ങനെയുള്ള സിറ്റുവേഷൻ വന്നിട്ടുണ്ട്. അതും പിന്നെ സംടൈംസ് സബ് ടൈറ്റിൽസ് കാണിക്കുന്ന ടൈമിൽ വളരെ തിൻ ഫോണ്ട് വെച്ചിട്ടാണ് കാണിച്ചത്. നമുക്കത് വായിച്ചെടുക്കാൻ കുറച്ച് സ്ട്രെയിൻ വേണം. എന്ന് വെച്ചാൽ ക്ലിയറിൻ്റെ അല്ല, ആ ഒരു സാധനം കുറച്ചുകൂടെ ഒന്ന് ബോൾഡാക്കി കൊടുത്തിരിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ പെട്ടെന്ന് വായിക്കാമെന്നുള്ളൊരു ഇതെനിക്ക് വന്നു. വേറെ പടത്തിനെ കുറിച്ച് എനിക്ക് നെഗറ്റീവായിട്ടൊന്നും പറയാനില്ല. കിടിലം പടം, എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണുക. ആൻഡ് അജനീഷ് ലോക്നാഥ് ആളാണ് ഇതിൻ്റെ മ്യൂസിക് ഡയറക്ടർ. ആളും ഈ മൂവിയിൽ കത്തിക്കുന്ന രീതിയിലുള്ള ഐറ്റംസ് ചെയ്തു വെച്ചിട്ടുണ്ട്. സോ എനിക്ക് പറയാനാണെങ്കിൽ ഓവറോൾ ഈ മൂവി എല്ലാവരും തിയേറ്ററിൽ മസ്റ്റ് വാച്ചായിട്ട് പോയി കാണുക. OTTയിൽ വരാനോ വേറെ പ്ലാറ്റ്ഫോംസിൽ കാണാനോ ഒന്നും വെയിറ്റ് ചെയ്യണ്ട. നിങ്ങൾ കൊടുക്കുന്ന ആ ഒരു വർത്ത് ഓഫ് മണിക്ക് ഉള്ളതുണ്ട് എന്ന് വെച്ചാൽ അതിനുള്ള വർക്ക് അവർ സിനിമയ്ക്കകത്ത് ചെയ്തു വെച്ചിട്ടുണ്ട്. ഒരു വിഷ്വൽ ട്രീറ്റാണ് സിനിമ. സോ ഈ ഒരു വിഷ്വൽ ട്രീറ്റ് വിത്ത് ദാറ്റ് പവർ ഹൗസ് പെർഫോമൻസ് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരെ അടുത്തുള്ള തിയേറ്ററിൽ പോവുക. കാന്താരയ്ക്ക് ടിക്കറ്റ് എടുത്ത് ധൈര്യമായിട്ട് കണ്ടു, നിങ്ങൾ നിരാശപ്പെടില്ല. അതിനുള്ള
കിടിലം ഐറ്റംസ് ചെയ്തു വെച്ചിട്ടുണ്ട് പടത്തിൽ. സോ പോവുക, ആ ഒരു വർക്ക് ആസ്വദിക്കുക.